നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അതും പാനിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണേ. എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. താങ്ക് യു. ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 വലിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കണേ. കുറച്ച് വലിപ്പം കൂടിയ ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് മഷ്റൂംസ്, സവാള, റെഡ് ക്യാപ്സിക്കം, ടൊമാറ്റോ, പിന്നെ ബ്ലാക്ക് ഓലിവ്സ്, ഇത്രയാണ് ഞാൻ എടുത്തേക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് പിസ്സ സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ഡ്രൈഡ് ഒറിഗാനോ ലീവ്സ്, വേണമെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് യൂസ് ചെയ്യാം. കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ വേണം എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതും എരിവിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് അവൈലബിൾ അല്ല, അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിന് നമുക്ക് കുറച്ച് പിസ്സ സോസിൻ്റെ ഫ്ലേവർ കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാണ്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ ലീവ്സ് ഇതുപോലെ സ്ലൈറ്റ്ലി ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേസിൽ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ നന്നായിട്ട് നല്ലൊരു പിസ്സ സോസിൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓലിവ് ഓയിലാണ് യൂസ് ചെയ്യണേ. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് വഴറ്റിയിട്ട് വെജിറ്റബിൾസ് യൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യണേ. ആദ്യം തന്നെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. 2 കളർ ക്യാപ്സിക്കവും ഞാൻ ഇപ്പോൾ തന്നെയാണ് ആഡ് ചെയ്യണേ. പ്രത്യേകം ശ്രദ്ധിക്കുക നീളത്തിൽ കട്ട് ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ പിസ്സയ്ക്ക് ഒരു ഭംഗി കിട്ടുള്ളൂ. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം സോട്ടേ ചെയ്തെടുക്കാം. പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, വെജിറ്റബിൾസ് ഒന്നും അധികം നേരം വഴറ്റിയെടുക്കരുത്. കുറേ നേരം വഴറ്റി ഇതൊക്കെ സോഫ്റ്റായി പോവും. കുറച്ച് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് വഴറ്റാൻ തന്നെ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യണേ. നമുക്ക് ഇതിലേക്ക് ഇനി മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും മഷ്റൂം അവസാനം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും പെട്ടെന്ന് തന്നെ. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കണേ. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. എരിവിനനുസരിച്ച് വേണം ഇതൊക്കെ ആഡ് ചെയ്യാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ ആഡ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്താൽ ഇത് വല്ലാണ്ട് സോഫ്റ്റായി പോവും. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടറോ എണ്ണയോ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യണില്ല ടോസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു സൈഡ് മാത്രം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ബ്രെഡും നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ടോസ്റ്റ് ചെയ്ത സൈഡിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ കെച്ചപ്പ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒറിഗാനോയും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചില്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റഡ് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അധികം ചീസൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസ് ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് ഈവൻലി എല്ലാ സ്ഥലത്തും എത്തണ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ ഒരിക്കലും ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല, അതാണ് ഇങ്ങനെ വെക്കണേ. ബ്ലാക്ക് ഓലിവ്സും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ചൂസ് ചെയ്യാം നിങ്ങളുടെ പിസ്സയ്ക്ക് വേണ്ടി. കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൊസറല്ല ചീസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള പിസ്സയുടെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ലൈസ് എൻ്റെ ഇവിടെ റെഡിയാണ്. അപ്പോൾ പാനിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അത് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഈ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം, അതുവരെ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഒരിക്കലും ബ്രെഡ് സ്ലൈസ് വച്ചതിന് ശേഷം പാൻ ചൂടാക്കാൻ നിൽക്കരുത്, അങ്ങനെ ചെയ്താൽ കരിഞ്ഞു പോകും അടിഭാഗം. അപ്പോൾ ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ബ്രെഡ് പിസ്സ റെഡിയാണ്.
അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. താങ്ക്